രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വൻ വരുമാനവും ജനസംഖ്യയിലെ വലിയ വിഭാഗത്തിന് തൊഴിലും നൽകുന്നതാണ് മത്സ്യബന്ധനവും അനുബന്ധ മേഖലകളും. ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിൽ ഉറപ്പ് നൽകുന്നതിനുമുള്ള വിവിധ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. 30 ദശലക്ഷം പേർക്ക് ഉപജീവന മാർഗം നൽകുന്ന ഈ രംഗത്തെ ഭൂരിപക്ഷവും പരമ്പരാഗതമായി ഈ മേഖലയിൽ എത്തുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നവരാണ്. കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്കനുസരിച്ച് മത്സ്യോൽപ്പന്ന കയറ്റുമതിയിലൂടെ 2023-2024 സാമ്പത്തിക വർഷം ഇന്ത്യക്കുണ്ടായ വരുമാനം 60,523 കോടിയിലധികമായിരുന്നു. ലോകത്തെ രണ്ടാമത്തെ വലിയ മത്സ്യോൽപാദന രാജ്യവുമാണ് ഇന്ത്യ. ആഗോള ഉൽപാദനത്തിന്റെ 8% ഇവിടെയാണ്. ആഴമേറിയ ജലാശയങ്ങൾ 9 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 11,098 കിലോമീറ്റർ തീരപ്രദേശം എന്നിവ സമുദ്ര മത്സ്യബന്ധന സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഇതുകൂടാതെ ആഴക്കടൽ മത്സ്യബന്ധനവും വരുമാന സാധ്യതയ്ക്ക് സഹായകരമാകുന്നതാണ്. പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മാർഗങ്ങളിലൂടെ 7.16 ദശലക്ഷം ടൺ മത്സ്യോൽപ്പന്നങ്ങളാണ് നമ്മുടെ കടലിൽ നിന്ന് ശേഖരിക്കുന്നതെന്നാണ് കണക്ക്. ഈ വിധത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായി വലിയ പങ്ക് വഹിക്കുന്ന മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നീതി ആയോഗിന്റെ റിപ്പോർട്ട് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇന്ത്യയുടെ നീല സമ്പദ് വ്യവസ്ഥ ആഴക്കടലിലും കടൽ തീര മത്സ്യബന്ധനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള തന്ത്രം എന്നാണ് പേരെങ്കിലും പരമ്പരാഗത മത്സ്യബന്ധനത്തെ തളർത്തുകയും മേഖലയ്ക്കുള്ള പ്രോത്സാഹനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നീതി ആയോഗ് അംഗം പ്രൊഫസർ രമേശ് ചന്ദും CEO BVR സുബ്രഹ്മണ്യവും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് സമുദ്ര സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതാണെന്ന പൊതു പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് വരുമാന വർധനയും ലോകോത്തരമാക്കലുമാണ് ലക്ഷ്യമെന്നും അവകാശപ്പെടുന്നു. എന്നാൽ അതിനുള്ള പ്രതിവിധിയായി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരമ്പരാഗത തൊഴിലാളികളെ സംബന്ധിച്ച് ആശാവഹമല്ല. കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ അതിന് വൻകിട സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടതിനെയും ആഗോള സംരംഭങ്ങളുമായി കൈകോർക്കേണ്ടതിനെയും കുറിച്ചാണ് റിപ്പോർട്ട് സംസാരിക്കുന്നത്. സ്ഥാപനശേഷി വർദ്ധിപ്പിക്കുക, കപ്പലുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും നവീകരണം, സുസ്ഥിര മത്സ്യബന്ധന മാനേജ്മെന്റ് പ്രോത്സാഹിപ്പിക്കൽ, പ്രാദേശിക സാമൂഹിക പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ, ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ മൂലധന ആവശ്യകത മനസ്സിലാക്കി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളെയും ക്ലസ്റ്റർ അധിഷ്ഠിത സമീപനങ്ങളെയും പിന്തുണയ്ക്കൽ, കൂട്ടായ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ആലോചിക്കൽ എന്നിങ്ങനെ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. പരമ്പരാഗത പൊതുമേഖലയ്ക്കൊപ്പം സ്വകാര്യ രംഗത്തെയും കൂടുതലായി ആശ്രയിക്കണമെന്ന സൂചനകളും റിപ്പോർട്ടിലുണ്ട്. ഇത് പരമ്പരാഗതമായി നിലവിലുള്ള രീതികൾക്ക് കോട്ടമുണ്ടാക്കുകയും വൻകിടക്കാർക്ക് കൂടുതലായി കടന്നു കയറുന്നതിനുള്ള അവസരമൊരുക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല. കൂടാതെ നിർബന്ധിത രജിസ്ട്രേഷൻ, നിയന്ത്രണ നീക്കങ്ങൾ എന്നിവയും പരമ്പരാഗത മത്സ്യത്തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത് കുറയ്ക്കുന്നതിനും സുസ്ഥിര മത്സ്യബന്ധന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി മത്സ്യബന്ധന ഉപകരണങ്ങളിലും രീതികളിലും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക സബ്സിഡികളും പ്രോത്സാഹനങ്ങളും ഘട്ടം ഘട്ടമായി നിർത്തലാക്കണമെന്ന നിർദ്ദേശം തന്നെയാണ്. ഇന്ത്യയുടെ ആഴക്കടലിലും കടൽത്തീര മത്സ്യബന്ധന വ്യവസായത്തിലും വളർച്ചയും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്ന മധുര വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഈ നിയന്ത്രണങ്ങൾ വേണമെന്ന് നിർദ്ദേശിക്കുന്നത് എന്നതാണ് വിചിത്രമായിട്ടുള്ളത്. എല്ലാ സബ്സിഡികളും പരമാവധി കുറയ്ക്കണമെന്നും നിശ്ചിത കാലയളവിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നുമാണ് റിപ്പോർട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നു മാത്രമല്ല ഘട്ടം ഘട്ടമായി ഇവ നിർത്തലാക്കണമെന്നും ആവശ്യപ്പെടുന്നു. വിവിധ തരത്തിലുള്ള നയമാറ്റങ്ങളിലൂടെയും നിയന്ത്രണങ്ങളിലൂടെയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷം ചെയ്യുന്ന നിരവധി നടപടികൾ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടെയാണ് നീതി ആയോഗിന്റെ പേരിൽ റിപ്പോർട്ടുകൾ തട്ടിക്കൂട്ടി പുതിയ നിയന്ത്രണങ്ങളും വെട്ടിക്കുറവുകളും വരുത്തുന്നതിനുള്ള നീക്കം. ഈ മേഖലയിലേക്ക് ആഗോള ഭീമന്മാരെ എത്തിക്കുകയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ രംഗത്ത് നിന്ന് നിഷ്കാസിതരാക്കുന്നതിനുമുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ. സമൂഹത്തിലെ വലിയ വിഭാഗത്തിന്റെ തൊഴിൽ സാധ്യതയും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്ന ഇത്തരം തട്ടിക്കൂട്ട് റിപ്പോർട്ടുകൾ തള്ളിക്കളയുന്നതിനുള്ള ആർജവം മോദി സർക്കാരിൽ നിന്നുണ്ടാകുമോ എന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്.